ഓക്കെ, അപ്പൊ ആ IT ആക്ടിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അടുത്ത കാലത്ത് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നന്നായിട്ട് വായിച്ച്, നിങ്ങൾ പല ക്വസ്റ്റ്യനും വായിക്കുന്ന സമയത്ത് പലതും നമുക്ക് ഡൗട്ടായിട്ട് തോന്നും. ഓക്കെ അല്ലേ? പക്ഷെ ഒന്ന് വായിച്ച് ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഉത്തരം എടുക്കാൻ പറ്റും കേട്ടോ. രഹന മെസ്സേജ് കണ്ടില്ല. രഹന, എന്തായിരുന്നു മെസ്സേജ്? ഡൗട്ട് വല്ലതും ആണോ? എനിക്ക് ഒന്നര മെസ്സേജ് അയച്ചെന്നാ മതി, അല്ലെങ്കിൽ ഇപ്പൊ പ്രേമത്തിന് പറഞ്ഞോ കേട്ടോ. BF എന്ത് പറ്റി? BF BF എൻഡുറൻസ് ആയിരുന്നോ? BF എൻഡുറൻസ് പാസ്സായോ? എൻഡുറൻസ് പാസ്സായോ? ഓടി കയറിയോ? ആഹാ, കൺഗ്രാറ്റ്സ്. അപ്പൊ ഫിസിക്കലോടെ നോക്കിക്കോ. കേട്ടോ, ഫിസിക്കലോടെ നോക്കിക്കോ. സന്തോഷം. ഓരോ ചെറിയ വിജയങ്ങളും വലിയ വലിയ സന്തോഷങ്ങളായി മാറട്ടെ. ഓക്കെ, നോക്കിക്കോ കുട്ടികളെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് അറ്റൻഡ് ചെയ്തേ. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ സെക്ഷൻ 65 പ്രകാരം ഒരു കുറ്റകൃത്യത്തിന് ആവശ്യമായ മാനസിക ഘടകം എന്താണ്? സെക്ഷൻ 65 പ്രകാരമുള്ള കുറ്റകൃത്യമാണ് ചോദ്യം. സെക്ഷൻ 65 പ്രകാരമുള്ള കുറ്റകൃത്യമാണ് ചോദ്യം. അറ്റൻഡ് ചെയ്യാം. കിട്ടുന്നില്ല ആർക്കും? അശ്രദ്ധാപരമായ പെരുമാറ്റം, അറിവും ഉദ്ദേശവും, കർശന ഉത്തരവാദിത്വം. അതായത് 65 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാരണം നമ്മൾ ഇന്നലെ അങ്ങോട്ട് പഠിച്ചു വെച്ചതേ ഉള്ളൂ. എന്താണ് 65 എന്നുള്ളത്? എന്താണ് കുട്ടികൾ 65? സെക്ഷൻ 65 എന്താണ്? സെക്ഷൻ 65 എന്താണ്? സെക്ഷൻ 65 സൈബർ ടാമ്പറിംഗ് അല്ലെങ്കിൽ സോഴ്സ് കോഡിനെ നശിപ്പിക്കുക. സൈബർ ടാമ്പറിംഗ് അല്ലെങ്കിൽ സോഴ്സ് കോഡിനെ നശിപ്പിക്കുക എന്നതാണ് സെക്ഷൻ 65 പറയുന്നത്. അപ്പം സെക്ഷൻ 65 പ്രകാരം ഒരു കുറ്റകൃത്യത്തിന് ആവശ്യമായ മാനസിക ഘടകം ഏതെന്നാണ്? ഓക്കെ, അശ്രദ്ധാപരമായ പെരുമാറ്റം, കർശന ഉത്തരവാദിത്വം, ഇതൊക്കെയാണ് തന്നിരിക്കുന്നത്. പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, അറിവും ഉദ്ദേശവും. എന്താ കുട്ടികളെ? അറിവും ഉദ്ദേശവും, നോളജ് ആൻഡ് ഇന്റൻഷൻ. ഓക്കെ അല്ലേ? അതായത് സൈബർ ടാമ്പറിംഗ് നടത്തണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. സൈബർ ടാമ്പറിംഗ് നടത്തണം എന്ന ഉദ്ദേശം ഉണ്ടായിരുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ആണ് സൈബർ ടാമ്പറിംഗ്. ഓക്കെ, ആ കുറ്റകൃത്യത്തിന് ആവശ്യമായ മാനസിക ഘടകം അറിവും ഉദ്ദേശവുമാണ്, നോളേജ് ആൻഡ് ഇന്റൻഷൻ. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം അറിഞ്ഞുകൂടെയിരിക്കും. ഉത്തരം അറിഞ്ഞുകൂടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ വായിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ഉത്തരം അതല്ലേ? ഇപ്പൊ കമന്റ് ചെയ്തവരായിക്കോട്ടെ ചെയ്യാത്തവരായിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ഉത്തരം അതല്ലേ കുട്ടികളെ? അതാണ് ഞാൻ പറഞ്ഞത്. ചോദ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ചോദ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ള കാര്യം കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ സെക്ഷൻ 72 പ്രകാരം ലക്ഷ്യമിടുന്ന വ്യക്തികളുടെ വിഭാഗം ഏതാണ്? പറഞ്ഞേ. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സെക്ഷൻ 72 നമ്മൾ ഇന്നലെ ചർച്ച ചെയ്യാത്തൊരു സെക്ഷനാണ് 72. ഞാൻ പറഞ്ഞു നമ്മൾ പ്രധാനമായി സ്ഥിരം ചോദിക്കുന്ന സെക്ഷൻസ് പഠിക്കുകയും ബാക്കി ക്വസ്റ്റ്യൻ വർക്കൗട്ടിൽ ഞാൻ പറഞ്ഞു തരുമെന്ന്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സെക്ഷനാണ് 72. ഓക്കെ, സിസ്റ്റം ദൗർബല്യങ്ങൾ ചൂഷണം ചെയ്യുന്ന സ്വകാര്യ ഹാക്കർമാർ, ഹാക്കിംഗ് അല്ല, സോഷ്യൽ മീഡിയ കമ്പനിയിലെ ജീവനക്കാർ, പൊതു വൈഫൈ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന പൊതുജനം, IT ആക്ട് അല്ലെങ്കിൽ ചട്ടങ്ങൾ പ്രകാരം അധികാരം വിനിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ. ഓക്കെ അല്ലേ? വളരെ സെക്ഷൻ 72 പറയുന്നത് ഈ പറയുന്ന കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റകളും മറ്റും സൂക്ഷിക്കുന്ന ഉദ്യോഗസ്ഥര് അവർ എന്ത് ചെയ്യുകയാണെങ്കിൽ
അവര് ഈ പറയുന്ന കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റകള് ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ അതിനെ ചെറുക്കുന്ന സെക്ഷനാണ് 72 എന്ന് പറയുന്നത്. സെക്ഷൻ 72. ഓക്കെ അല്ലേ? അതായത് IT ആക്ട് ചട്ടങ്ങൾ പ്രകാരം അധികാരം, അതായത് ഈ പറഞ്ഞ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളതും കോൺഫിഡൻഷ്യൽ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ രഹസ്യാത്മക സ്വഭാവമുള്ള ഡേറ്റയും മറ്റുമൊക്കെ ദുരുപയോഗം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ശിക്ഷ നൽകുന്ന സെക്ഷനാണ് 72 കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ പഠിക്കുക. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ രഹസ്യാത്മക സ്വഭാവമുള്ള ഡേറ്റയും മറ്റും ദുരുപയോഗം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അവർക്ക് ശിക്ഷ നൽകുന്നതാണ് എന്ന് പറയുന്ന കുട്ടികളെ സെക്ഷൻ 62 എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അടുത്ത ചെയ്തേ. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. സൈബർ ഭീകരത നടത്തുകയോ അതിന് ഗൂഢാലോചന നടത്തുകയോ ചെയ്യുന്നവർ 7 വർഷം വരെ തടവ് ശിക്ഷയ്ക്ക് വിധേയരാകും. സൈബർ ഭീകരത നടത്തുകയോ അതിന് ഗൂഢാലോചന നടത്തുകയോ ചെയ്യുന്നവർ 10 വർഷം വരെ തടവ് ശിക്ഷയ്ക്ക് വിധേയരാകും. സൈബർ ഭീകരത നടത്തുകയോ അതിന് ഗൂഢാലോചന നടത്തുകയോ ചെയ്യുന്നവർ ജീവപര്യന്തം വരെ തടവ് ശിക്ഷയ്ക്ക് വിധേയരാകും. സൈബർ ഭീകരത നടത്തുകയോ അതിന് ഗൂഢാലോചന നടത്തുകയോ ചെയ്യുന്നവർ വധശിക്ഷയ്ക്ക് വിധേയമാവും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് IT ആക്ട് പ്രകാരം ഏറ്റവും കൂടിയ ശിക്ഷ ലഭിക്കുന്നത് ജീവപര്യന്തമാണ്. IT ആക്ട് പ്രകാരം ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കുന്ന ജീവപര്യന്തമാണ്. ആ ജീവപര്യന്തം ലഭിക്കുന്നത് സൈബർ ടെററിസത്തിനാണ്. സൈബർ ഭീകരത നടത്തുകയോ അതിന് ഗൂഢാലോചന നടത്തുകയോ ചെയ്യുന്നവർ ജീവപര്യന്തം വരെ തടവ് ശിക്ഷയ്ക്ക് വിധേയരാകും. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അടുത്ത വിവരസാങ്കേതിക വിദ്യാ നിയമത്തിലെ 78-ാം വകുപ്പ് പ്രകാരം ആ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ അധികാരമുള്ള വ്യക്തി ആരെന്നാണ് ചോദ്യം. അതായത് IT ആക്ട് സെക്ഷൻ 78-ലാണ് IT ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനുള്ള ഉദ്യോഗസ്ഥനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 78-ലാണ് ഉദ്യോഗസ്ഥനെ കുറിച്ച് പറയുന്നത്. IT ആക്ട് സെക്ഷൻ 78 പ്രകാരം കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ അധികാരമുള്ള വ്യക്തി ഇൻസ്പെക്ടർ റാങ്കിൽ താഴെയല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഓപ്ഷൻ ബി ആണ് ഇൻസ്പെക്ടർ റാങ്കിൽ താഴെയല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇതൊക്കെ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ ഒരുവിധം കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഹെഡ് കോൺസ്റ്റബിളും തന്നിട്ടുണ്ട്, ആയിരിക്കില്ല. മജിസ്ട്രേറ്റ് അല്ല, CID ഓഫീസർ അല്ല. ആൻസർ ഇൻസ്പെക്ടർ റാങ്കിൽ താഴെയല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ. ഞാൻ പലപ്പോഴും പറയുന്നതാണ് പിള്ളേരെ, നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും. അതായത് ഒരു +2 ലെവൽ വരെയുള്ള ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ ലോജിക്ക് നമുക്കൊന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പല ചോദ്യങ്ങളും അറിഞ്ഞൂടാത്ത പല ചോദ്യങ്ങളും നമുക്ക് ഉത്തരം എടുക്കാൻ പറ്റും. നമ്മുടെ അറിവിനുപരി നമുക്ക് ലോജിക്ക് ഉപയോഗിക്കാനുള്ള സ്കില്ലുണ്ടെങ്കിൽ. പക്ഷെ ഡിഗ്രി ലെവലിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല. നമ്മുടെ ലോജിക്ക് നമുക്ക് അത്രത്തോളം ഉപയോഗിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചില ചോദ്യങ്ങൾ നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെ അല്ലെങ്കിൽ ലോജിക്കൽ തിങ്കിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുട്ടികളെ? ഉത്തരം എടുക്കാൻ പറ്റും നമുക്ക്. പക്ഷേ ചില ചോദ്യങ്ങൾ നമുക്ക് കിട്ടത്തില്ല. പക്ഷെ +2 ലെവൽ വരെയൊക്കെ ആണെങ്കിൽ ഒരുവിധ ഐഡിയ നമുക്കുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെയൊക്കെയാണ് ഒരു സംവിധാനം പ്രവർത്തിക്കുന്ന എന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഉത്തരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ പറ്റും. സോ അറിഞ്ഞൂടാത്ത ചോദ്യമാണെങ്കിൽ കൂടി അത് നമ്മളൊന്ന് വായിച്ച് ഏതെങ്കിലും രീതിയിൽ ഉത്തരത്തിലേക്ക് എത്താനുള്ള മാർഗമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ഒരു ഉദ്യോഗാർത്ഥിക്ക് വേണ്ട ഒരു ഗുണമാണ് കേട്ടോ. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം. IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി. IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡിയാണ് CERT-IN അല്ലെ? CERT-IN, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, CERT-IN, CERT-IN, കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യ. കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യ, CERT-IN ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി ഏതെന്ന് കേട്ട് കഴിഞ്ഞാല് CERT-IN ആണ്. CERT-ന്റെ പൂർണ്ണരൂപം കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യ. ഓക്കെ അല്ലേ? ഓക്കെ, അറ്റൻഡ് ചെയ്തടാ.
വിവരസാങ്കേതിക നിയമം പ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ മേഖലയുടെ ചിത്രം മനഃപൂർവമോ ബോധപൂർവമോ പകർത്തുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷ ഏതെന്നാണ് ചോദ്യം. ശിക്ഷ ഏതെന്നാണ് ചോദ്യം. ഓക്കെ, സ്വകാര്യ മേഖലയുടെ ചിത്രം മനഃപൂർവമോ ബോധപൂർവമോ പകർത്തുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷ. പിള്ളേരെ ഏത് സെക്ഷൻ ആണിത്? വയലേഷൻ ഓഫ് പ്രൈവസി ആണിത്. വയലേഷൻ ഓഫ് പ്രൈവസി ഏതാ സെക്ഷൻ? സെക്ഷൻ ഏതാ? ഇന്നലെ പഠിച്ചില്ലേ? വയലേഷൻ ഓഫ് പ്രൈവസി സെക്ഷൻ ഏതാ? പറഞ്ഞേ, സെക്ഷൻ ഏതാ? സെക്ഷൻ ആരും പറയുന്നില്ല. 66 ഇ ആണ് അല്ലേ? 66 ഇ ആണ് വയലേഷൻ ഓഫ് പ്രൈവസി. 66 ഇ ആണ് സെക്ഷൻ. വയലേഷൻ ഓഫ് പ്രൈവസി 66 ഇ ആണ് സെക്ഷൻ. ഓക്കെ, 66 ഇ പ്രകാരം ലഭിക്കുന്ന ശിക്ഷ നമ്മൾ പഠിച്ചു. 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ. ഓക്കെ അല്ലേ? 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ പിഴയോ രണ്ടും കൂടിയോ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ഓക്കെ, അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്. അടുത്ത ചോദ്യം. രണ്ടായിരത്തിലെ വിവരസാങ്കേതിക നിയമപ്രകാരം ഒരാൾ മറ്റേതെങ്കിലും വ്യക്തിയുടെ ഇലക്ട്രോണിക് ഒപ്പ്, പാസ്വേഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനന്യമായ തിരിച്ചറിയൽ സവിശേഷത വഞ്ചനാപരമായോ സത്യസന്ധത ഇല്ലാതെയോ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്താണ് കുട്ടികൾ? ഇത് ഏതാണ് സംഭവം? എന്താണ് സെക്ഷൻ? ഒന്ന് പറഞ്ഞേ, എന്താണ് സെക്ഷൻ? ഇത് ഇലക്ട്രോണിക് ഒപ്പ്, പാസ്വേഡ്, ഐഡന്റിറ്റി തെഫ്റ്റ് അല്ലേ? ഐഡന്റിറ്റി തെഫ്റ്റ്. അതായത് 66C പ്രകാരമുള്ള ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. ഐഡന്റിറ്റി തെഫ്റ്റിനുള്ള ശിക്ഷ എന്താണ് കുട്ടികളെ? 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും അല്ലെ? 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ITAT 2000 പ്രകാരം ഒരാൾ മറ്റേതെങ്കിലും വ്യക്തിയുടെ ഇലക്ട്രോണിക് ഒപ്പ്, ഡിജിറ്റൽ സിഗ്നേച്ചർ, പാസ്വേഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനന്യമായ തിരിച്ചറിയൽ സവിശേഷത വഞ്ചനാപരമായോ സത്യസന്ധത ഇല്ലാതെയോ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷയാണ് എന്ന് പറയുന്നത് 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും. സെക്ഷൻ 66C നമ്മൾ ഇന്നലെ കണക്ട് ചെയ്ത് പഠിച്ചായിരുന്നു. എന്താണ് ഐഡന്റിറ്റി തെഫ്റ്റ്? നമ്മൾ ഐഡന്റിറ്റി കാർഡ് എന്ന് ഓർക്കാൻ പറഞ്ഞു. ഐ ഡി കാർഡ്. ആ കാർഡിലെ സി എടുത്ത് വെച്ചാൽ മതി. ID കാർഡ്. ഐഡന്റിറ്റി തെഫ്റ്റ് 66C. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിൽ വിവരസാങ്കേതിക നിയമം നിലവിൽ വന്ന വർഷം ഏത്? അതാണ് ചോദ്യം. വിവരസാങ്കേതിക നിയമം നിലവിൽ വന്ന വർഷം. ഈസി ക്വസ്റ്റ്യൻ. വിവരസാങ്കേതിക IT ആക്ട് നിലവിൽ വന്നത് 2000-ലാണ് നിലവിൽ വന്നത്. അമെന്റ്മെന്റ് ആണെങ്കിലോ IT ആക്ട് അമെന്റ്മെന്റ് ചെയ്ത വർഷം ഏതാണ്? IT ആക്ട് അമെന്റ്മെന്റ് ചെയ്ത വർഷം 2008 അല്ലേ? IT ആക്ട് അമെന്റ് ചെയ്ത വർഷം 2008, നിലവിൽ വന്നത് 2000. അമെന്റ് ചെയ്തത് 2008, നിലവിൽ വന്നത് 2000. ഓക്കെ, അടുത്ത ചോദ്യം. സാമ്പത്തിക കുറ്റത്തിനോ മറ്റു ദുരുദ്ദേശങ്ങൾക്കോ ക്രിമിനൽ ഉദ്ദേശത്തോടെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്ക് കടന്നു കയറുന്ന സൈബർ ക്രിമിനലുകളെ വിളിക്കുന്ന പേരെന്താണ്? ഓക്കെ, സാമ്പത്തിക കുറ്റത്തിനോ മറ്റു ദുരുദ്ദേശങ്ങൾക്കോ ക്രിമിനൽ ഉദ്ദേശത്തോടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് കടന്നു കയറുന്ന സൈബർ ക്രിമിനലുകളെ വിളിക്കുന്നത് ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ എന്നാണ് അല്ലെ? ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചു. സാമ്പത്തിക കുറ്റത്തിനോ മറ്റു ദുരുദ്ദേശമാണെങ്കിൽ, ക്രിമിനൽ ഉദ്ദേശമാണെങ്കിൽ അത് ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം കുട്ടികളെ ലൈംഗികമായി ചിത്രീകരിച്ചിട്ടുള്ള വസ്തുക്കൾ ഇലക്ട്രോണിക് ഫോമിൽ പ്രചരിപ്പിക്കുന്നതിനുള്ള ശിക്ഷയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതെന്നാണ്? ഓക്കെ, ചൈൽഡ് പോണോഗ്രഫി സെക്ഷൻ നിങ്ങൾക്ക് അറിയാം.
ചൈൽഡ് പോണോഗ്രഫി സെക്ഷൻ ഏതാണ്? 67B ആണല്ലേ? 67B ആണ് ചൈൽഡ് പോണോഗ്രഫിയുടെ സെക്ഷൻ. ഏതാണ് കുട്ടികളെ? 67B ആണ് ചൈൽഡ് പോണോഗ്രഫിയുടെ സെക്ഷൻ. 67B ആണ് ചൈൽഡ് പോണോഗ്രഫിയുടെ സെക്ഷൻ. അടുത്ത ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം നിയമപരമായ അധികാരം ഉപയോഗിച്ച് അനുമതിയില്ലാതെ ഒരു വ്യക്തിയുടെ ഇലക്ട്രോണിക് ഡേറ്റയിലേക്ക് കടന്നു കയറുകയും അത് മറ്റൊരു വ്യക്തിക്ക് വെളിപ്പെടുത്തി നൽകുകയും ചെയ്യുന്നതിനുള്ള ശിക്ഷ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? ഒന്ന് കമന്റ് ചെയ്തേടാ. ആർ കമന്റ് ചെയ്യാൻ പറ്റും നോക്കാം. ICT ആക്ട് 2000 പ്രകാരം നിയമപരമായിട്ടുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് അധികാരി ഉത്തരവാദിത്വത്തോടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റ കൈകാര്യം ചെയ്യേണ്ട അധികാരി. അതാണ് ചോദ്യം. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ അതാണ് സംഭവം. ഉത്തരവാദിത്വത്തോടെ ചുമതല കൈകാര്യം ചെയ്യേണ്ട അധികാരി, നിയമപരമായ അധികാരമുള്ള വ്യക്തി, അദ്ദേഹം അധികാരം ഉപയോഗിച്ച് അനുമതിയില്ലാത്ത ഒരു വ്യക്തിയുടെ ഇലക്ട്രോണിക് ഡേറ്റയിലേക്ക് കടന്നു കയറുകയും അത് മറ്റൊരു വ്യക്തിക്ക് വെളിപ്പെടുത്തി നൽകുകയും ചെയ്യുന്നുള്ള ശിക്ഷ ICT ആക്ട് സെക്ഷൻ 72 പ്രകാരമാണ് 72 പ്രകാരമാണ് ഈ പറഞ്ഞ കുറ്റകൃത്യത്തിന് ശിക്ഷ നൽകുന്നത്. അപ്പം 72 ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായി. 72ന്റെ വിശദീകരണം ഇങ്ങനെയാണ്: കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റ നിയമപരമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അതില് എന്താണ് അത് നിയമലംഘനത്തിലൂടെ കൈക്കലാക്കുകയോ അല്ലെങ്കിൽ അതിനെ മറ്റൊരാൾ കൊടുക്കുകയോ ചെയ്യുന്നതിനെ തടയുന്ന സെക്ഷനാണ് 72. മനസ്സിലായ കുട്ടികളെ? കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് രഹസ്യാത്മക സ്വഭാവമുള്ള ഡേറ്റ. ഓക്കെ അല്ലേ? സെക്ഷൻ 72 ആണ്. സെക്ഷൻ 72 ആണ്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന് ഉത്തരം കിട്ടിയത്? ഉത്തരം കിട്ടിയത് എങ്ങനെയെന്ന് നിങ്ങൾ നോക്കി പറഞ്ഞു. എങ്ങനെയാണ് ഉത്തരം കിട്ടുന്നത് ഇതിന്? വിവര സാങ്കേതിക നിയമപ്രകാരം അശ്ലീല ചിത്ര പ്രസാരണം കുറ്റകൃത്യം ആവർത്തിക്കുന്നതിനുള്ള വിധിക്കാവുന്ന ശിക്ഷ. സെക്ഷൻ പറഞ്ഞേ. അശ്ലീല ചിത്ര പ്രസാരണം സെക്ഷൻ ഏതാ സെക്ഷൻ? അതില് ആദ്യത്തെ 67 അത് തന്നെ. അതില് ആദ്യത്തെ തവണ കുറ്റകൃത്യം ചെയ്താൽ ഒന്ന് പറഞ്ഞേ. ആദ്യത്തെ തവണ കുറ്റകൃത്യം ചെയ്താലോ? ആദ്യത്തെ തവണ കുറ്റകൃത്യം, ആദ്യ കുറ്റത്തിനുള്ള ശിക്ഷ എന്താ പറഞ്ഞേ? ആദ്യ കുറ്റത്തിനുള്ളത് 5 വർഷം 10 ലക്ഷം. 5 വർഷം 10 ലക്ഷം അല്ലേ? ആദ്യ കുറ്റത്തിന് 5 വർഷം 10 ലക്ഷം. ഓക്കെ, 5 വർഷം 10 ലക്ഷം. ക്ലിയർ ആണ്. ഇനി അടുത്ത് കുറ്റം ആവർത്തിക്കുകയാണെങ്കിലോ? കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ 7 വർഷം 10 ലക്ഷമാണ്. 7 വർഷം 10 ലക്ഷമാണ് അല്ലേ? 7 വർഷം 10 ലക്ഷമാണ്. ഓക്കെ, ഇവിടെ സംഭവം 7 വർഷം വരെയും 10 ലക്ഷം എന്ന് വരേണ്ടത് 1 ലക്ഷം എന്നായിപ്പോയി. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. 7 വർഷവും 10 ലക്ഷമാണ് വരേണ്ടത്. 7 വർഷവും 10 ലക്ഷം വരേണ്ടത്, അങ്ങനെ ഓപ്ഷൻ ഇല്ല. സോ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ് കേട്ടോ. ക്യാൻസൽ ആയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ഓർത്തിരിക്കും കേട്ടോ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. വിവര സാങ്കേതിക നിയമം 2000 പ്രകാരം ജീവപര്യന്തം വരെ തടവ് ശിക്ഷ വിധിക്കാവുന്ന കുറ്റകൃത്യം ഏതാണ്? വിവര സാങ്കേതിക നിയമം 2000 പ്രകാരം ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം സൈബർ ഭീകരവാദ പ്രവൃത്തികളാണ് അല്ലെ? സൈബർ ഭീകരവാദ പ്രവൃത്തികളാണ്. 66F. നിങ്ങളെ ഇപ്പം റീസെന്റ് ആയിട്ടൊക്കെ നിങ്ങള് സോഷ്യൽ മീഡിയയും ന്യൂസും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ CJP എന്നൊരു സംഭവത്തെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. എന്താണ് ഈ CJP എന്ന് പറയുന്നത്? CJP എന്ന് പറഞ്ഞാൽ എന്താണ്? CJP അത് ICT ആക്ടുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഒരു സംഭവം നിങ്ങൾ വാർത്തകൾ കേട്ട് കാണും. CJP എന്ന് വെച്ചാൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്നാണ്. അതായത് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്തിന്റെ ഒരു പരാമർശം, ആ പരാമർശത്തെ തുടർന്നുണ്ടായ പരാമർശം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ആ പരാമർശത്തെ തുടർന്നുണ്ടായ ചില വിവാദങ്ങളെ തുടർന്ന് രൂപം കൊണ്ടിട്ടുള്ള ഒരു പാർട്ടിയാണ് CJP എന്ന് പറയുന്നു. ഓക്കെ, സോഷ്യൽ മീഡിയ യൂസേഴ്സ് ചേർന്നിട്ട് രൂപം നൽകിയ ഒരു പാർട്ടിയാണ് CJP എന്ന് പറയുന്നത്. അപ്പൊ ഈ CJPയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചു. മനസ്സിലായ? CJPയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ
കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു കുട്ടികളെ മരവിപ്പിച്ചു. അത് ഏത് IT ആക്ട് സെക്ഷൻ പ്രകാരമാണെന്ന് ചോദിച്ചാൽ ഏത് IT ആക്ട് സെക്ഷൻ പ്രകാരമാണ്? പണ്ട് ടിക്ടോക്ക് നിരോധിച്ചത്, ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള ചൈനീസ് ആപ്ലിക്കേഷനുകൾ നിരോധിച്ചത് ഏത് സെക്ഷൻ പ്രകാരമാണ്? 66F അല്ല, 69A പ്രകാരം. 69A ആണ് കേട്ടോ, 69A. ടിക്ടോക്ക് അതായത് നമ്മുടെ രാജ്യസുരക്ഷ, രാജ്യത്തിന്റെ അഖണ്ഡത എന്നീ കാര്യങ്ങൾക്ക് ദോഷം വരുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനുകളോ, മനസ്സിലായ, അതിനെയൊക്കെ നിരോധിക്കാനായിട്ട് കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്നതാണ് 69A എന്ന് പറയുന്ന സെക്ഷൻ. ആ 69A പ്രകാരമാണ് ഈ പറയുന്ന CJPയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ എന്ത് ചെയ്തിട്ടുള്ളത്? കേന്ദ്ര സർക്കാർ ബാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് ഇപ്പൊ ഏതാണോ സോഷ്യൽ മീഡിയ, ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ കേന്ദ്ര സർക്കാർ ഇൻസ്റ്റാഗ്രാമിനോട് ആവശ്യപ്പെടും എന്താണ്? ആ അക്കൗണ്ട് നിർത്തലാക്കാൻ ആവശ്യപ്പെടും. ഓക്കെ അല്ലേ? അപ്പം ടിക്ടോക്ക് നിരോധിച്ചതെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ രാജ്യ സുരക്ഷ, അഖണ്ഡത തുടങ്ങിയ കാര്യങ്ങൾക്ക് ദോഷമായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും മറ്റുമൊക്കെ നിർത്തലാക്കുന്ന അല്ലെങ്കിൽ നിരോധിക്കുന്നത് 69A എന്ന സെക്ഷൻ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അന്ന് ഓർത്തിരിക്കുക കേട്ടോ നിങ്ങൾ. ഓക്കെ, CJP ഇപ്പം വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് CJP ആയിട്ട് ബന്ധപ്പെട്ടുള്ള നിരോധനവും എന്ത് ചെയ്യാൻ കുട്ടികളെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെ അല്ലേ? 69A മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ടിക്ടോക്ക് ഒക്കെ നിരോധിച്ച സമയത്തൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. LDC പരീക്ഷ ഉൾപ്പെടെയൊക്കെ ടിക്ടോക്ക് നിരോധിച്ച സെക്ഷനൊക്കെ PSC എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. പരീക്ഷ എഴുതിയിട്ടുള്ളവർക്കൊക്കെ അറിയാം, ആ സമയത്തൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടുള്ള ആൾക്കാർക്ക് അറിയാം. ഓക്കെ, ഒന്ന് അറ്റൻഡ് ചെയ്തേ. ബിയുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ മിസ്റ്റർ എ ബിയുടെ അഭാവത്തിലും അനുവാദമില്ലാതെയും വഞ്ചനാപരമായി ഡൗൺലോഡ് ചെയ്ത് പകർത്തുന്നു. എയെ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയനാക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. ബിയുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ മിസ്റ്റർ എ ബിയുടെ അഭാവത്തിലും അനുവാദമില്ലാതെയും വഞ്ചനാപരമായി ഡൗൺലോഡ് ചെയ്ത് പകർത്തുന്നു. ഓക്കെ, നിങ്ങൾ ഈ 65 എങ്ങനെ പിള്ളേരെ പറയുന്നത്? 65 സൈബർ ടാമ്പറിംഗ് ആണ്. 65 സൈബർ ടാമ്പറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമോ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കോ പ്രവർത്തിക്കുന്ന സോഴ്സ് കോഡിനെ മാറ്റം വരുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നതിനെയാണ് 65 പ്രകാരം സൈബർ ടാമ്പറിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായ? ഓക്കെ, എടാ നിങ്ങളൊന്ന് നോക്കിയടാ, എ ബിയുടെ അഭാവത്തിലും അനുവാദമില്ലാതെയും വഞ്ചനാപരമായി ഡൗൺലോഡ് ചെയ്യുക. അഭാവത്തിലും അനുവാദമില്ലാതെയും മറ്റൊരാളുടെ കമ്പ്യൂട്ടറിൽ പ്രവേശിക്കുന്നത് ഏതാ? അഭാവത്തിലും അനുവാദമില്ലാതെയും മറ്റൊരാളുടെ കമ്പ്യൂട്ടറിൽ പ്രവേശിക്കുന്നത് ഏതാ? 43 സെൻസിറ്റീവ് ഡേറ്റ. 43 സെൻസിറ്റീവ് ഡേറ്റ അല്ല, ഡാമേജ് ആണ്, ഡാമേജ് വരുത്തുന്നതാണ്. ഇവിടെ ഡാമേജ് വരുത്തിയെ കുറിച്ച് പറയുന്നുണ്ടോ പിള്ളേരെ? ചോദ്യം നേരെ വായിച്ചേ നിങ്ങള്. അഭാവത്തിലും അനുവാദമില്ലാതെയും ഒരാളുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാക്കിംഗ് ആണ് കേട്ടോ. ഹാക്കിംഗ് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 66 പ്രകാരം എയെ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയമാക്കാം എന്നതാണ് ആൻസർ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 66 പ്രകാരം എയെ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയമാക്കാം എന്നതാണ് ആൻസർ. ഓക്കെ അല്ലേ? നിങ്ങളതൊന്ന് ഓർത്ത് വെച്ചോണേ. നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. 43 എന്ന് പറഞ്ഞാൽ ഡാമേജ് വരുത്തുക. 43 എന്ന് വെച്ച് കഴിഞ്ഞാല് ഡാമേജ് വരുത്തുക. 43A എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ഡേറ്റ സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ സെൻസിറ്റീവ് ഡേറ്റ സംരക്ഷിക്കേണ്ട സ്ഥാപനങ്ങൾ ആ ഡേറ്റയിൽ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ
നഷ്ടപരിഹാരം നൽകണം. നഷ്ടപരിഹാരം നൽകണം എന്നതാണ് 43A. ഓക്കെ, 43 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിനോ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഉപകരണങ്ങൾക്കോ ഡാമേജ് വരുത്തുക. 43A എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെൻസിറ്റീവ് ഡേറ്റ സംരക്ഷിക്കേണ്ട സ്ഥാപനങ്ങൾ ആ ഡേറ്റ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ആ ഡേറ്റയുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്ക് നഷ്ടപരിഹാരം നൽകുക എന്നതാണ് 43A. ഇവിടെ അനുവാദവും അഭാവത്തിലും മറ്റൊരാളുടെ സിസ്റ്റത്തിനകത്ത് കടന്നു കയറുക എന്ന് പറഞ്ഞാൽ ഹാക്കിംഗ് ആണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് ആണ്. അപ്പം 66 പ്രകാരമാണ് നമ്മുടെ ഹാക്കിങ്ങിന് എന്ത് ചെയ്യുന്ന കുട്ടികളെ ശിക്ഷ കൊടുക്കുന്നത്. ഹാക്കിങ്ങിന്റെ ശിക്ഷ എന്താ പറഞ്ഞ? ഹാക്കിങ്ങിന്റെ ശിക്ഷ എന്താ പറ കുട്ടികളെ? ഹാക്കിങ്ങിന്റെ ശിക്ഷ എന്താ? 3 വർഷം 5 ലക്ഷം അല്ലേ? 3 വർഷം 5 ലക്ഷം. ഹാക്കിങ്ങിന് 3 വർഷം 5 ലക്ഷം അല്ലെങ്കിൽ ബോത്ത്. ഇന്നലെ പഠിച്ചതാണ്. 3 വർഷം 5 ലക്ഷം അല്ലെങ്കിൽ ബോത്ത്. 3 വർഷം 5 ലക്ഷം അല്ലെങ്കിൽ ബോത്ത്. ഓക്കെ. എടാ 44 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിവരങ്ങൾ ഹാജരാക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുള്ള ശിക്ഷയാണ് കേട്ടോ. ഓക്കെ. IT ആക്ട് പ്രകാരം ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഹാജരാക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ അതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് 44. 44 അങ്ങനെ ചോദിക്കാറില്ല, അങ്ങനെ പഠിപ്പിക്കാത്ത കേട്ടോ. ഓക്കെ. വിവരങ്ങൾ ഹാജരാക്കുന്നതിൽ വീഴ്ച വരുത്തുന്നതിനുള്ള ശിക്ഷയാണ് 44 കേട്ടോ. 44. ഓക്കെ. നമുക്കിപ്പോ 124 സെക്ഷൻ ഇല്ല, നമുക്ക് അത്രയും പഠിക്കണ്ട. നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന സെക്ഷൻസ് മാത്രം അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് മാത്രം നോക്കിയാൽ മതി. ശരി, ഓർത്തിരിക്കുക കേട്ടോ. എടാ അപ്പൊ ഇത് ഡൗട്ട് ഇല്ലല്ലോ, ക്വസ്റ്റ്യൻ ഡൗട്ട് ഇല്ലല്ലോ, 77 ഡൗട്ട് ഇല്ലല്ലോ കുട്ടികളെ? ഒന്ന് പറയോ, 77 ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 78 ഒന്ന് ചെയ്തേ. വിവര സാങ്കേതിക നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയെന്നാണ് ചോദ്യം. ഓക്കെ. ആശയവിനിമയ സേവനത്തിലൂടെ കുറ്റകരമായ സന്ദേശങ്ങൾ അയക്കുന്നതിനുള്ള ശിക്ഷ. ലെഫ്റ്റായിട്ട് വരണം. ആശയവിനിമയ സേവനത്തിലൂടെ കുറ്റകരമായിട്ടുള്ള സന്ദേശങ്ങൾ നമ്മൾ പഠിച്ചു. സെക്ഷൻ ഇല്ലെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കും അല്ലേ? 66A ഇപ്പൊ ഉണ്ടാ? IT ആക്ടിൽ 66A ഉണ്ടാ കുട്ടികൾ? IT ആക്ടിൽ 66A ഉണ്ടാ? നമ്മൾ എന്തിനാ പഠിച്ചു? IT ആക്ടിൽ 66A 2015 ശ്രേയാ സിംഗാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് പ്രകാരം നിരോധിച്ചു. പക്ഷെ അത് ചോദിക്കും, മനസ്സിലായോ? 2025 ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത് ഐഡന്റിറ്റി തെഫ്റ്റ് ഏതിലാ വരുന്നേ? ID കാർഡ് നമ്മൾ പറഞ്ഞു അല്ലേ? 2, 4 വരും. അതായത് 1 തന്നെ വരുന്നു, 2, 4 വരുന്നു. 1 വരുന്നു, 2, 4 വരുന്നു. 1, 1, 2, 4 വരുന്ന ഓപ്ഷൻ C ആണ് ആൻസർ. ഓപ്ഷൻ C ആണ് ആൻസർ. ഓക്കെ അല്ലേ? കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിച്ചാൽ ആൾമാറാട്ടം ഡ്യൂപ്ലിക്കേറ്റ് 66D. സ്വകാര്യത ലംഘിച്ചാൽ പ്രൈവസി 66E. പ്രൈവസി 66E. ഓക്കെ അല്ലേ? പ്രൈവസി 66E അല്ലേ? മറക്കരുത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ്. പ്രൈവസിയൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു, പ്രൈവസി എന്നൊക്കെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. IT ആക്ട് 2000 ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ആരാണ്? KR നാരായണൻ അല്ലേ? നമ്മൾ ഇന്നലെ പഠിച്ചു, KR നാരായണൻ. അടുത്ത ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66-ാം വകുപ്പ് പ്രകാരം ലഭിക്കുന്ന ശിക്ഷ. 66-ാം വകുപ്പ് എന്തെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. 66-ാം വകുപ്പ് ഹാക്കിംഗ് ആണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസ് ആണ്. ലഭിക്കുന്ന ശിക്ഷ 3 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയും അല്ലെ? 3 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയും. 3 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയുമാണ് ലഭിക്കുന്ന 66 പ്രകാരം ലഭിക്കുന്ന ശിക്ഷ. ഓക്കെ.
ചോദ്യം ശ്രദ്ധിച്ച് വായിച്ച് ചെയ്യണം കേട്ടോ. കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട 2000-ലെ വിവരസാങ്കേതിക നിയമത്തിലെ വ്യവസ്ഥ ഏതെന്നാണ് ചോദ്യം. നമ്മൾ ഇന്നലെ പഠിച്ചപ്പോ പറഞ്ഞു 43-ലാണ് ഡാമേജ് 43-ലാണ് വരുന്നത്. ഡാമേജ് വരുത്താനായിട്ട് വൈറസ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷനും ഏത് തന്നെയാണെന്ന് പറഞ്ഞു, 43 പറഞ്ഞു. ഓക്കെ അല്ലേ? ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. ഇപ്പോൾ ഹാക്ക് ചെയ്യാൻ വൈറസ് ഉപയോഗിക്കുന്നുണ്ടോ? വൈറസ് ഉപയോഗിച്ച് ഹാക്ക് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഹാക്ക് ചെയ്യാൻ വൈറസ് ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ടോ? ഹാക്കിങ്ങിനും വൈറസ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു സിസ്റ്റം, ഒരു ഇലക്ട്രോണിക് മാധ്യമം ഹാക്ക് ചെയ്യാനും വൈറസ് ഉപയോഗിക്കുന്നുണ്ട്. അത് IT ആക്ട് സെക്ഷൻ 66 പരാമർശിക്കുന്നുമുണ്ട്. മനസ്സിലായ? വകുപ്പ് 43 ഡാമേജ് വരുത്താൻ വൈറസ് ഉപയോഗിക്കുന്നു. 66 ഹാക്കിങ്ങിനും വൈറസ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 43-ഉം 66-ഉം വരുന്നുണ്ട്. ഓപ്ഷൻ സി ആണ്. രണ്ടും A ആൻഡ് B ആണ് ആൻസർ. മനസ്സിലായോ? ഈ പരീക്ഷയില് പ്രൊവിഷണൽ കീയില് ആദ്യം A വരികയും പിന്നെ ഫൈനൽ കീയില് A ആൻഡ് B വരികയും ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം എങ്ങനെ നിങ്ങൾ മനസ്സിലായിക്കോണം, ഒരു സിസ്റ്റം ഡാമേജ് ആക്കാൻ നമുക്ക് വൈറസ് ഉപയോഗിക്കാം, ഒരു സിസ്റ്റം ഹാക്ക് ചെയ്യാനായിട്ട് നമുക്ക് വൈറസ് ഉപയോഗിക്കാം. മനസ്സിലായ? ഡാമേജ് ആക്കാനും വൈറസ് ഉപയോഗിക്കാം, ഹാക്ക് ചെയ്യാനും വൈറസ് ഉപയോഗിക്കാം. അപ്പൊ അതുകൊണ്ട് 43-ലും 66-ലും എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികളെ? ഈ പറയുന്ന വൈറസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. സോ ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ഈ ഒരു പോയിന്റ് മനസ്സിലോർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നതിന് കുട്ടിയുടെ പ്രായം. വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കണമെങ്കിൽ കുട്ടിയുടെ പ്രായം 18 വയസ്സിന് താഴെയായിരിക്കണം. ഓക്കെ അല്ലേ? 18 വയസ്സിന് താഴെയാണ്. 18 വയസ്സിന് താഴെയാണ്. ഓക്കെ, അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നത് 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കാണെങ്കിൽ ആണത് കേട്ടോ. 16, 12, 14 അല്ല, 18 വയസ്സ് വരെ. അതായത് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. പോക്സോ ആയാലും ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആയാലും ഇതെല്ലാം കുട്ടി എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയാണ്. പോക്സോ ആയാലും ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആയാലും പിന്നെ നമ്മൾ പഠിക്കുന്ന മാതാപിതാക്കൾ, മുതിർന്ന പൗരന്മാർ എന്നിവയുടെ സംരക്ഷണ നിയമമായാലും ശരി, അതെല്ലാം കുട്ടി എന്ന് പറഞ്ഞാൽ 18-ന് താഴെയാണ്. ഓക്കെ അല്ലേ? പോക്സോ ആയിക്കോട്ടെ, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആയിക്കോട്ടെ, മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമമായിക്കോട്ടെ, കുട്ടി 18 വയസ്സിന് താഴെയാണ്. ആ നിയമം ഏത് വർഷം എന്ന് പറയാവോ? മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമം ഏത് വർഷമാണ്? മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമം ഏത് വർഷമാണ്? മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമം വർഷം 2007. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമം വർഷം 2007. ഓക്കെ, ഓർത്തിരിക്കുക കേട്ടോ. IT നിയമത്തിലെ ഈ വ്യവസ്ഥ പകർപ്പവകാശ നിയമത്തിന് കീഴിൽ ലഭ്യമായതിലും അപ്പുറമുള്ള കമ്പ്യൂട്ടർ സോഴ്സ് കോഡുകൾ സംരക്ഷിക്കുന്നുള്ള ശ്രമമാണ്. ഓൾറെഡി നമ്മൾ പലതവണ പറഞ്ഞു. സോഴ്സ് കോഡുകൾ സെക്ഷൻ 65, സൈബർ ടാമ്പറിംഗ്, സോഴ്സ് കോഡുകൾ നശിപ്പിക്കുക, സെക്ഷൻ 65. ഓക്കെ, കൊള്ളാം. ജോയിന്റ് അക്കാഡമിക് നെറ്റ്വർക്കിലേക്ക് അനധികൃത ആക്സസ് നേടിയ പ്രതി അംഗീകൃത ഉപഭോക്താക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിനായി ഫയലുകൾ ഇല്ലാതാക്കുകയും ചേർക്കുകയും പാസ്വേഡുകൾ മാറ്റുകയും ചെയ്തു. IT ആക്ട് പ്രകാരം പ്രതി ചെയ്ത കുറ്റം ഏത് വകുപ്പിന് കീഴിലാണ്? ഓക്കെ, അനധികൃത ആക്സസ് നേടുന്നു,
അംഗീകൃത ഉപഭോക്താക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നു. അതൊക്കെ ഏതാ? ഹാക്കിംഗ്, കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസ്. ഓപ്ഷൻ സി സെക്ഷൻ 66. അനധികൃത ആക്സസ് നേടുക, അംഗീകൃത ഉപഭോക്താക്കൾക്ക് പ്രവേശനം നിഷേധിക്കുക. ഹാക്കിംഗ് ആണ് 66. ഹാക്കിംഗ് ആണ് 66. ഓക്കെ, വീണ്ടും ഹാക്ക് ചോദിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നുള്ള ശിക്ഷ എന്തെന്നാണ്? പഠിച്ചോ. ഹാക്ക് ചെയ്യുന്നുള്ള ശിക്ഷ 3 വർഷം തടവ് അല്ലെങ്കിൽ 5 ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും. 3 വർഷം 5 ലക്ഷം രണ്ടും. 3 വർഷം 5 ലക്ഷം രണ്ടും. ഓപ്ഷൻ സി ആണ്. ഓക്കെ, മുൻകൂർ അനുമതി ഇല്ലാതെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുന്നത്, ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ, മുൻകൂർ അനുമതി ഇല്ലാതെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുന്നത് ഡാഷ് പ്രകാരം വരുന്ന സൈബർ കുറ്റകൃത്യമാണ്. ഏതാ കുട്ടികളെ? ഓപ്ഷൻ ബി, വകുപ്പ് 66 അല്ലേ? വകുപ്പ് 66. മുൻകൂർ അനുമതി ഇല്ലാതെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുന്നത് ഡാഷ് പ്രകാരം, സെക്ഷൻ 66 പ്രകാരം വരുന്ന ഒരു സൈബർ കുറ്റകൃത്യമാണ്. ഓക്കെ അല്ലേ? അറ്റൻഡ് ചെയ്തേ. 2000-ലെ വിവര സാങ്കേതിക നിയമപ്രകാരം ഡേറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ താഴെ പറയുന്നതിൽ ആരാണ് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്? IT ആക്ട് 2000 പ്രകാരം ഡേറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ താഴെ പറയുന്നതിൽ ആരാണ് നഷ്ടപരിഹാരം നൽകേണ്ടത്? ആദ്യം ടോപ്പിക് എക്സാം 8 മണി പറഞ്ഞോ, അവസാനം പറഞ്ഞോ, ഇതിലറിയാന്ന് പറഞ്ഞു. സാർ ഇറങ്ങിക്കോളൂ അത്. ശരി പിള്ളേരെ, നിങ്ങൾ ഈ പല ആൾക്കാരും ഓപ്ഷൻ ഫുള്ള് വായിക്കുന്നില്ല കേട്ടോ. സർക്കാർ ഏജൻസികൾ, ഡേറ്റ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ മാത്രം. അതിലൊക്കെ ആരോ കമന്റ് ചെയ്ത് വിട്ട ആൾക്കാരുണ്ട്. ഓക്കെ, സെൻസിറ്റീവ് സ്വഭാവമുള്ള വ്യക്തിഗത ഡേറ്റയോ വിവരങ്ങളോ കൈവശം വെക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ആയ ഏതൊരു കമ്പനിയും, മനസ്സിലായ? സെക്ഷൻ ഉൾപ്പെടെ പഠിച്ചതാണ്. സെക്ഷൻ 43A പ്രകാരം, സെക്ഷൻ 43A പ്രകാരം സെൻസിറ്റീവ് സ്വഭാവമുള്ള വ്യക്തിഗത ഡേറ്റയോ വിവരങ്ങളോ കൈവശം വെക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ആയ ഏതൊരു കമ്പനിയും സെക്ഷൻ 43A. ഓക്കെ അല്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഓക്കെ, ശ്രീനാഥ് ലിസ്റ്റിലല്ലോ ഉണ്ടോ? ശ്രീനാഥേ, ഞാൻ ചോദിക്കാൻ കാര്യം വേറൊന്നുമില്ല. നമുക്ക് ശ്രീനാഥന്റെ സ്ഥലം ആലപ്പുഴയാണ്. നമുക്ക് കഴിഞ്ഞ നമ്മുടെ LDC ബാച്ചില് ഇതുപോലെ ആക്റ്റീവായിട്ടുള്ള ആലപ്പുഴക്കാരുണ്ടായിരുന്നു. ഓക്കെ, എല്ലാ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇതുപോലെ കമന്റ് ഒക്കെ ചെയ്ത് നല്ല, നമുക്ക് ക്ലാസ്സിലൊക്കെ ഏറ്റവും നമുക്ക് ഒരു എനർജി ഫീൽ ചെയ്യുന്നത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ്. മനസ്സിലാവും. ഞാൻ ഈ റെക്കോർഡ് ക്ലാസ്സിൽ എടുക്കാത്തതിന്റെ മെയിൻ റീസൺ, ലൈവ് ക്ലാസ് തന്നെ എടുത്തതിന്റെ പോയിന്റ് മെയിൻ റീസൺ, എനിക്ക് ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്രാവശ്യം ആലപ്പുഴയിൽ 9ാം റാങ്ക് വാങ്ങിയിട്ട് ആൾക്ക് ഇന്ന് അപ്പോയിന്റ്മെന്റ് ആയിട്ടുണ്ട്. മനു എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരാൾക്കാർക്കൊക്കെ അറിയായിരിക്കും. മനുവിന് അപ്പോയിന്റ്മെന്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമ്മൾ അടുത്ത വർഷം ഇതുപോലെ ശ്രീനാഥിന്റെ കാര്യം പറയണം. ഓക്കെ, ആലപ്പുഴയിൽ നിന്ന് അടുത്തൊരു റിസൾട്ടാണ്. ഞാൻ ശ്രീനാഥിനെ മാത്രം പറഞ്ഞെന്നല്ല കേട്ടോ, ശ്രീനാഥിനെ മാത്രം പറഞ്ഞെന്നല്ലേ ഉദ്ദേശിച്ചത്. ഓക്കെ, ഞാൻ ശ്രീനാഥ് ആലപ്പുഴ, മനു ആലപ്പുഴ, നിങ്ങളുടെ ക്ലാസ്സിലെ റെസ്പോൺസ് അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് കേട്ടോ. എല്ലാവർക്കും കിട്ടണം തന്നെയാണ് ആഗ്രഹം. ഓക്കെ, ശ്രീനാഥ് മാത്രമല്ല, എല്ലാവരുടെ കാര്യം തന്നെ ഞാൻ പറയണത്. ശരി, കൺസ്റ്റന്റ് ആയിട്ട് പഠിക്കുക കേട്ടാ. പിന്നെ നമ്മൾ ഈ പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഓരോ കാര്യവും നമുക്ക് ആവശ്യമുള്ളതാണെന്നുള്ള ഒരു ചിന്തയോടെ പഠിക്കണം. മനസ്സിലായില്ല? അത് ഇല്ലാത്തത് പലർക്കും ഒരു പ്രശ്നമാവുന്ന ഒരു കാര്യമാണ്. അത് ഒരു പഠിക്കുമ്പോൾ തന്നെ ഒരു മടിയോടെ പഠിക്കുന്നത്. അപ്പൊ ഏത് ക്ലാസ് ആയാലും ശരി തന്നെ, ഇപ്പം മാത്സ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഏത് ക്ലാസ് ആയാലും ശരി തന്നെ, നമ്മൾ പഠിക്കുന്ന ഓരോ വാക്കും, ഒരു പര്യായ പദം, ഒരു പുതിയ അറിവാണെങ്കിൽ അത് പഠിക്കുക. അറിയാവുന്നതാണെങ്കിൽ എനിക്ക് അറിയാമായിരുന്നു എന്നോർത്ത് നമ്മൾ എന്ത് ചെയ്യുക,
നമ്മളെ കോൺഫിഡൻസ് ഒന്ന് ബൂസ്റ്റ് ചെയ്യുക. അറിഞ്ഞതാണെങ്കിൽ ഞാനത് പഠിച്ചു എന്നുള്ള രീതിയിൽ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക. മനസ്സിലായ? ഓക്കെ, ക്ലിയർ ആണ്. രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, എനിക്ക് അറിയാമായിരുന്നു, ഓക്കെ, എനിക്ക് അറിയാം, ഹാപ്പി. അറിഞ്ഞൂടായിരുന്നു, ഞാൻ പഠിച്ചു, ഹാപ്പി. പോസിറ്റീവായിട്ട് എടുത്ത് പോവുക കേട്ടോ എല്ലാവരും. ശരി. 2000 വിവരസാങ്കേതിക നിയമപ്രകാരം അശ്ലീലമായ വിഷയം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ ആയ കുറ്റം താഴെ പറയുന്നതിൽ ഏതെന്നാണ് ചോദ്യം. 2000 വിവരസാങ്കേതിക നിയമപ്രകാരം അശ്ലീലമായ വിഷയം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ ആയ കുറ്റം താഴെ പറയുന്നതിൽ ഏതെന്നാണ് ചോദ്യം. ഏതാ കുട്ടികളെ? അത് വിഷയം വായിക്കുന്നവരുടെയും കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും കാമാത്മകമായ താല്പര്യത്തെ ഉണർത്തുന്ന വിഷയമാണെങ്കിൽ, ഓക്കെ, അതാണ് അശ്ലീലമായിട്ടുള്ള വിഷയം. ഓക്കെ, അശ്ലീലമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് കുട്ടികൾ? അത് കാണുന്നവരോ കേൾക്കുന്നവരോ ആയിട്ടുള്ള അല്ലെങ്കിൽ വായിക്കുന്ന ഒരാൾക്ക് ആയിട്ടുള്ള ആൾക്കാരുടെ കാമാത്മകമായ താല്പര്യം ഉണർത്തുന്ന വിഷയമായിരിക്കും. ഓക്കെ, ക്ലിയർ ആണ് കേട്ടോ. അതൊക്കെ അവർ കണ്ടുപിടിച്ചോളും ഉണരുന്നുണ്ടോ ഇല്ലെന്നൊക്കെ കേട്ടോ. ശരിയാ, ഞാൻ ഇത് ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ക്വസ്റ്റ്യൻ ഇപ്പോഴല്ലേ, ഇത് ക്വസ്റ്റ്യൻ ആദ്യം കണ്ടപ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഇത് ഈ നിയമം ഉണ്ടാക്കിയ വിവരിങ്ങനെ ആലോചിച്ചു. ഇത് ഉണരുന്നതാണോ അല്ലേ എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ വായിച്ചു നോക്കുമ്പോഴല്ലേ മനസ്സിലായി. ഇപ്പൊ നമ്മൾ പോയി IT ആക്ടുമായി ബന്ധപ്പെട്ടിട്ട് ഇൻസ്പെക്ടർ റാങ്കിന് മുകളിലോട്ടുള്ളവരാണ് കേസ് അന്വേഷിക്കുന്നത്. അപ്പൊ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വായിക്കുമ്പോഴും ഉദ്യോഗസ്ഥന് ഉണരണ്ടേ? ഓക്കെ, ക്ലിയർ ആണ്. കൂടുതൽ ആലോചിക്കേണ്ട ആശയം പഠിച്ചു വെച്ചിരുന്നാ മതി. ഓക്കെ, കൂടുതൽ ആലോചിക്കാനുള്ള വിഷയമൊന്നുമില്ല. ശരി, അടുത്ത ദിവസം നോക്കിക്കോ. മിസ്റ്റർ എ ഒരു ഓഫീസിൽ ജോലി ചെയ്യവേ സഹപ്രവർത്തകരായിട്ടുള്ള ചില വ്യക്തികൾക്ക് ഇമെയിലുകൾ മുഖേന അശ്ലീല ചിത്രങ്ങൾ അയച്ചു. മിസ്റ്റർ എയുടെ പ്രവൃത്തി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 താഴെ കൊടുത്തിട്ടുള്ള ഏത് വകുപ്പിന്റെ ലംഘനമാണ്? ഓക്കെ, അശ്ലീല ചിത്രങ്ങൾ നമ്മൾ അയക്കുന്നത് നമ്മൾ പഠിച്ചു 67A പ്രകാരം അല്ലെ? 67A പ്രകാരമുള്ള കുറ്റകൃത്യമാണ്. 67A പ്രകാരമുള്ള കുറ്റകൃത്യമാണ് അല്ലെ? 67A പ്രകാരമുള്ള കുറ്റകൃത്യമാണ്. അടുത്ത മനഃപൂർവ്വം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് വൈറസ് പ്രവേശിപ്പിച്ച കുറ്റത്തിന് ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 വകുപ്പ്. അപ്പൊ അങ്ങനെ ഇവിടെ നമുക്ക് ഏത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കുട്ടികളെ? ഇവിടെ നമുക്ക് 43 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വൈറസുമായി ബന്ധപ്പെട്ട്. 43. നമ്മൾ നേരത്തെ 66 പറയാൻ കാരണം വൈറസ് ഉപയോഗിച്ചുകൊണ്ട് ഹാക്കിംഗ് നടത്തുന്നുണ്ട്. ഹാക്കിങ്ങിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നു കുട്ടികളെ? വൈറസ് ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് 66 കൂടെ വന്നത്. 43 ഡാമേജ് ചെയ്യാൻ വേണ്ടി, സിസ്റ്റം ഡാമേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറസ് ഉപയോഗിക്കുന്നു. ഓക്കെ അല്ലേ? വീണ്ടും ചോദിച്ചതാണ് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സാമൂഹിക മാധ്യമം വഴി വിതരണം ചെയ്യുന്നത് വിവരസാങ്കേതിക വിദ്യാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരം കുറ്റകൃത്യമാകുന്നു എന്നാണ്. 67B വകുപ്പ് പ്രകാരമാണ്. 67B വകുപ്പ് പ്രകാരമാണ് അശ്ലീല ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമം വഴി വിതരണം ചെയ്യുന്നത്. IT ആക്ടിലെ ഏത് സെക്ഷൻ കുട്ടികൾ? 67B പ്രകാരമാണ് കുറ്റകൃത്യം. 67B പ്രകാരം കുറ്റകൃത്യം. ഓക്കെ അല്ലേ? സൈബർ ഭീകരത ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. സൈബർ ഭീകരത 66F അല്ലേ? സൈബർ ടെററിസം 66F. ഓക്കെ, അടുത്ത കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് IT ആക്ട് 2000 ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ആൾമാറാട്ടം. D ഫോർ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ പഠിച്ചു. 66D. 66F വീണ്ടും ചോദിച്ചിട്ടുണ്ട്. 66F ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് 66F. ഏതാ കുട്ടികളെ? ഒരു വ്യക്തി സംരക്ഷിത സിസ്റ്റങ്ങളിലേക്ക് അനധികൃതമായ ആക്സസ് നേടുകയും ദേശീയ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ, സംരക്ഷിത സിസ്റ്റങ്ങളിലേക്ക് അനധികൃതമായി ആക്സസ് നേടിയിട്ട് ദേശീയ സുരക്ഷ, നമ്മുടെ രാഷ്ട്രത്തിന്റെ സുരക്ഷ, അതുപോലെ രാഷ്ട്രത്തിന്റെ ഐക്യം, അഖണ്ഡത അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭീഷണി ഉണ്ടാക്കുന്ന കുറ്റകൃത്യങ്ങളാണ്
അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾക്കായുള്ള ഗൂഢാലോചനയാണ് സൈബർ ടെററിസം എന്ന് പറയുന്നത്. സോ ഇവിടെ 66F സൈബർ ടെററിസം. ഓക്കെ, 67B നമ്മൾ പറഞ്ഞു, കുട്ടികൾ ഉൾപ്പെടുന്ന ലൈംഗികത പ്രകടമാക്കുന്ന ഉള്ളടക്കം പ്രസിദ്ധീകരിക്കൽ. കുട്ടി ചൈൽഡ് പോണോഗ്രഫി 67B, അത് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് അത് തന്നെയാണ്. ഓക്കെ, അടുത്ത് ചെയ്തേടാ. ചെയ്തോ. നോക്കിയോ, ജീവനക്കാരുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിഗത വിവരങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനം ആ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അശ്രദ്ധ കാണിച്ചു. അതുവഴി ജീവനക്കാർക്ക് നഷ്ടം സംഭവിച്ചു. ഡേറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ജീവനക്കാർക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ കഴിയുമോ? സെൻസിറ്റീവ് ഡേറ്റ കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ അല്ലെങ്കിൽ അതിൽ അശ്രദ്ധ കാണിച്ചാൽ നഷ്ടപരിഹാരം കൊടുക്കണം. ഏത് സെക്ഷൻ കുട്ടികളെ? 44 അല്ല, 43A ഇല്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇല്ല, അപ്പൊ അത് തെറ്റാണ്. അതെ, സെക്ഷൻ 43A ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം നഷ്ടപരിഹാരം നൽകാൻ ബോഡി കോർപ്പറേറ്റ് ബാധ്യസ്ഥമാണ്. മനസ്സിലാക്കിക്കോണം. 43A എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ഡേറ്റ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾ ആ ഡേറ്റ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ, പരാജയപ്പെട്ടാൽ നഷ്ടപരിഹാരം നൽകേണ്ടത് 43A എന്ന സെക്ഷൻ പ്രകാരമാണ്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തടാ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവ പൊരുത്തപ്പെടുക എന്നതാണ്. സെക്ഷൻ 66C, 66E, 66F. 66C നിങ്ങൾക്കറിയാം. 66C എന്താണ് കുട്ടികളെ? ഐഡന്റിറ്റി തെഫ്റ്റ്. 66E എന്ന് പറഞ്ഞാൽ പ്രൈവസി. 66E പ്രൈവസി. 66F ഭീകരത, സൈബർ ടെററിസം. ഓക്കെ അല്ലേ? അപ്പം 1 വരും, 2 3 വരും, 3 2 വരും. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ നമ്മള് IT ആക്ടിലെ ചോദ്യങ്ങളാണ് ചെയ്തത്. അപ്പൊ IT ആക്ട് എങ്ങനെയൊക്കെയാണ് ചോദ്യം വരുന്നതെന്നും ഓക്കെ എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ടും ഡീപ്പായിട്ടും ചോദ്യങ്ങൾ വരുമെന്നും നിങ്ങൾക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പലർക്കും ഉത്തരങ്ങൾ തെറ്റിപ്പോകുന്നത് നേരെ വായിക്കാത്തത് കൊണ്ടാണ്. ചോദ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയുന്ന കാര്യമാണ്, ചോദ്യവും ഓപ്ഷനും ഏറ്റവും നന്നായിട്ട് വായിക്കണം. ചോദ്യവും ഓപ്ഷനും ഏറ്റവും നന്നായിട്ട് വായിക്കണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും കുഴപ്പമില്ല, ഞാൻ എക്സാം ഹാളിൽ പോകുമ്പോൾ നന്നായിട്ട് വായിക്കാം എന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? നമ്മള് ഒരു പഴഞ്ചൊല്ല് പറയും, എന്താണ്, ചൊട്ടയിലെ ശീലം ചൊല്ലരുന്ന് വെച്ചാൽ കുട്ടിക്കാലത്തേല്ലേ? അത് പറയാൻ പറ്റില്ലല്ലോ നമുക്ക് ഇവിടെ. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. നമ്മളൊരു കാര്യം ഇംഗ്ലീഷിൽ നമ്മൾ പറയുമല്ലോ, എന്ത്, പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് അല്ലേ? പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ്. അതായത് നമ്മൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എക്സാം ഹാളിൽ പോകുമ്പോഴും എന്ത് ചെയ്യത്തുള്ളൂ കുട്ടികളെ? എക്സാം ഹാളിൽ പോകുമ്പോഴും നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ രീതിയിൽ ചെയ്യത്തുള്ളൂ. പല ആൾക്കാരും വിചാരിക്കും ഞാൻ എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് അത് ആ രീതിയിൽ ചെയ്യാം, ഇപ്പൊ ഞാൻ ഇങ്ങനെ ഉഴപ്പി ചെയ്യാം. അങ്ങനെയല്ല, ഇപ്പോഴേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോണം കേട്ടോ. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യൻ ആയാലും അത് എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് ചിന്തിച്ച് തന്നെ പോവുക. ഓക്കെ.